ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പാകത്തിനുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതിലാവശ്യമുള്ള മുട്ട, ഇതൊരു 5 മുട്ടയുണ്ട്. 5 മുട്ട ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കുന്നി കളഞ്ഞിട്ടില്ല, കുന്നി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് കടലമാവും കോൺഫ്ലോറും, 2 മുട്ട. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി നോക്കാം. ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ മിസംബ്ലാസും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാ സംഭവങ്ങളും ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മുളകൊക്കെ എല്ലായിടത്തും എത്തണം. ആ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ് കൺട്രോൾ ചെയ്ത് ഇടണം. കാരണം കടലമാവിൽ ചെറിയൊരു ഉപ്പുണ്ടാവും. അതുകൊണ്ട് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക. ഒരു 3 സ്പൂൺ. 3 സ്പൂണിന് ഏകദേശം ഒരു 1.5 സ്പൂൺ കോൺഫ്ലോർ അധികം ചേർക്കണ്ട കേട്ടോ, കാരണം ഓവർ കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് പകുതി ക്വാണ്ടിറ്റി ചേർത്താൽ മതി. ഇനി അതിനെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുക. മുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ പൊരിച്ചെടുക്കാം. നമ്മുടെ ഏകദേശം പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഇച്ചിരി കോൺഫ്ലോറും ഒക്കെ ആഡ് ചെയ്യേണ്ടുന്നൊരു പ്രത്യേകതയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കച്ചപ്പ്, ഗാർലിക്കൊക്കെ ഇട്ടിട്ട് കച്ചപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇത് പൊരിച്ചെടുത്ത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സംഭവം. ഈ പരുവത്തിൽ നമ്മൾ അതിനെ എണ്ണയിൽ നിന്ന് എടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും.